കരൾ രോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്ന നെന്മാറ സ്വദേശി വിപിൻ ദാസിന്റെ ചികിത്സയ്ക്കായി നാടൊന്നിക്കുന്നു. നെന്മാറ അരീക്കോട് താമസിക്കുന്ന വിപിൻ ദാസ് എന്ന 32-കാരൻ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച 5 മാസമായി ചികിത്സയിലാണ്. വിപിൻ ദാസിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. ഇതിന് 40 ലക്ഷം രൂപ ചിലവ് വരും. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്തുക അസാധ്യമായ സാഹചര്യത്തിലാണ് വിപിൻ ദാസിനെ സഹായിക്കാൻ നാടൊരുങ്ങുന്നത്. ഇതിനായി കെ ബാബു എം.എൽ.എ രക്ഷാധികാരിയായി ജനകീയ സമിതി രൂപീകരിച്ചു. അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷാണ് സമിതി ചെയർമാൻ. ചികിത്സാ സഹായം രൂപീകരിക്കുന്നതിനായി ഫെഡറൽ ബാങ്ക് നെന്മാറ ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. സുമനസ്സുകളുടെ കനിവ് കാത്തു കഴിയുന്ന ഈ കുടുംബത്തിന് കരുണ വറ്റാത്തവരുടെ ചെറുതും വലുതുമായ സഹായം ഉണ്ടാവണമെന്ന് ജനകീയ സമിതി അഭ്യർത്ഥിച്ചു. വിപിൻ ദാസിന്റെ ജീവൻ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ മഹത്തായ ഒരു പ്രവൃത്തി ഏറ്റെടുക്കാനാണ്. ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള അതിനൊപ്പം നിൽക്കാനും കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഇതൊരു 35 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ സമ്പത്തെടുത്ത് പരിശോധിച്ചാൽ വലിയൊരു സംഖ്യയാണ്. പക്ഷേ നമ്മുടെ ഒരു കൂട്ടായ ഒരു പരിശ്രമം നടത്തിയ അത്ര വലിയ സംഖ്യ എന്നല്ല. ഒന്ന്, ലിവർ മാറ്റിവെക്കാൻ തയ്യാറായിട്ടുള്ള ഡോണറിനെ കാണും. അതിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എല്ലാ കിഡ്നി ആണെങ്കിലും മറ്റവയവങ്ങളാണെങ്കിലും അത് ദാനമായി കൊടുക്കുന്നുണ്ട് രേഖയും. ഞാൻ പിന്നെ ബാക്കി പറയുക. അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ചെലവ് വരുന്നതാണ്. UTV ന്യൂസ്, പാലക്കാട്.